റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഓൺലൈൻ വായ്പാ തട്ടിപ്പിൽ ചൈന ബന്ധത്തിന് തെളിവായി രേഖകൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. 2022 കേസിൽ കർണാടക സൈബർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 31 ചൈനീസ് കമ്പനികൾ പ്രതിസ്ഥാനത്തുണ്ട്. ഇവയിലെല്ലാത്തിനും ചൈനീസ് പൗരന്മാർ ഡയറക്ടർമാരുമാണ്. ഇങ്ങനെയെല്ലാം ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. ഇത് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. കൂട്ടാറായ ഇന്ത്യൻ കമ്പനികളിൽ പിൻവാതിലൂടെ കയറിക്കൂടിയാണ് ചൈനക്കാർ ഈ തട്ടിപ്പിന് കളമൊരുക്കുന്നതെന്ന് കർണാടക പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലൂടെ വ്യക്തമാവുകയാണ്. അനിൽ ഇമ്മാനുവൽ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനിൽ, ഈയൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അത്രയും ഓരോ ദിവസവും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. പല ആളുകളുടെയും ജീവൻ തന്നെ അപഹരിക്കുന്ന തരത്തിലേക്ക് ഈ കാട്ടുകള്ളന്മാർ കേരളത്തിലടക്കം, ഇന്ത്യയിലടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവർ കടന്നു കയറുന്നുണ്ട്. ഇവരുടെ ഒരു വ്യാപ്തി നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്ന, ആദ്യമൊക്കെ അതൊരു ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്ന അന്താരാഷ്ട്ര തലത്തിലേക്ക് പോലും വ്യാപിച്ചു കിടക്കുന്ന വലിയ കൊള്ള സംഘം, വലിയ കണ്ണ് ഇതിന് പിന്നിലുണ്ടെന്നാണോ ഈ രേഖകളിലൂടെ എന്താണ് വ്യക്തമാവുന്നത് അനിൽ? വളരെ വ്യക്തമാണ്. ഇതിൽ ചൈനീസ് പങ്കാളിത്തം വളരെ വ്യക്തമാണ്. ഇതുകൂടാതെ നമുക്ക് നേരത്തെ സിംഗപ്പൂർ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ട് എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും അത്തരം ചില കേസുകൾ പിടികൂടിയിട്ടുമുണ്ട്. പക്ഷേ ഇത് 2022 കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ ഈ കേസിന്റെ രേഖകളിലാണ് ഏറ്റവും വ്യക്തമായി പറയുന്നത്. ഇത്ര വ്യക്തമായി മറ്റു ഏതെങ്കിലും കേസിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിലെ 31 ഈ പ്രതിപട്ടികയിലെ 31 പേരുകളിൽ അതിൽ 7 എണ്ണമെങ്കിലും ചൈനീസ് പൗരന്മാരാണ്. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇവരുടെ ഒരു പ്രവർത്തന രീതി കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ആസൂത്രിതമാണെന്ന് കാണാം. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ചിലത് പൂട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ ചിലത് വർഷങ്ങളായി നിർജീവമായി കിടക്കുന്നു. ഇത്തരം കമ്പനികളെ പ്രത്യേകം കണ്ടെത്തിക്കൊണ്ടാണ് ഈ ചൈനീസ് പൗരന്മാർ ഇവിടെ നുഴഞ്ഞു കയറുന്നത്. അതായത് നുഴഞ്ഞുകയറ്റം എന്ന് തന്നെ പറയണം ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം ഇതിലെ ഈ പ്രവർത്തനക്ഷമമല്ലാതെ നിൽക്കുന്ന കമ്പനികളിലെ ഡയറക്ടർമാരെ വൻ തുക കൊടുത്ത അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്താണ് ഇവർ കയറുന്നത്. പക്ഷേ ഇവർ ഇതിൽ ഡയറക്ടർമാരെ കയറിയ കാര്യമോ മറ്റു വിവരങ്ങളൊന്നും വേണ്ട വിധം രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കാറില്ല എന്നുള്ളതാണ് 2022 കമ്പനി രജിസ്ട്രാർ ഓഫീസ് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് നോക്കുമ്പോൾ ഇതിൽ ഓരോ കമ്പനികളിലും 1-2 ഡയറക്ടർമാർ ചൈനക്കാരാണ് എന്ന് വ്യക്തമായി കാണാം. ഇവരുടെ പ്രവർത്തനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ കമ്പനികൾ ഡയറക്ടർമാരായി കയറി കൂടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ രജിസ്ട്രേഡ് ഓഫീസ് മാറ്റും. തുടർന്നുള്ള പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടിയാണത്. അത് മറ്റൊരു ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് ഈ ഓഫീസ് മാറുന്നു, സ്റ്റാഫ് മാറുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അതുവരെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയാണെങ്കിൽ പോലും ഇവർ ഏറ്റെടുക്കുന്നത് മുതൽ യാതൊരുവിധ വരുമാനവുമില്ലാതെ നിൽ എന്ന് കാണിച്ചാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രേഖകൾ ഇപ്പോൾ നിലവിലുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സംശയം തോന്നി കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഇതിൽ പരിശോധന നടത്തി ഈ റിപ്പോർട്ട് പോലീസിന് കൊടുക്കുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കമ്പനികളിലെ ചില സ്റ്റാഫിന്റെ KYC രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇതിനകത്ത് ഡയറക്ടർമാരാക്കിക്കൊണ്ടുള്ള തട്ടിപ്പുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് അത്രയും ഈ ചൈനീസ് പൗരന്മാരാണ് എന്ന് വ്യക്തമായി കണ്ടെത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പോലീസിന് നൽകുന്നതും പോലീസ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഈ കുറ്റപത്രം 2022 നൽകുന്നതും. അല്ല, അത് തന്നെയാണ് ഈ രേഖകളിലൂടെ ഇപ്പോൾ അനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപ്തി അതിപ്പോൾ ഇന്ത്യക്കകത്തും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ വ്യാപിക്കുന്ന കാര്യത്തിൽ ഈ ഒരു കൊള്ളസങ്കേതം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ തെളിവുകളൊക്കെ, രേഖകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് നടപടി ഇതിൽ സ്വീകരിക്കാൻ കഴിയും? അത്തരത്തിലുള്ള ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഇതിൽ നടപടിയുടെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ ഈ കമ്പനികൾ ഊറ്റിക്കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ തീർത്തും അപ്രതീക്ഷിതമായി സാമ്പത്തിക പ്രതിസന്ധികളിൽ പെടുന്ന സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അവരുടെ പക്കൽ നിന്ന് അവർക്ക് വെറും ചില്ലറ 2000 മുതൽ ഒരു 12,000 രൂപ വരെയുള്ള തുകകളാണ്. ചിലർക്ക് മാത്രം 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 20,000 രൂപ ചോദിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നത് 14,000 15,000 രൂപയായിരിക്കും. 2,500 രൂപ ചോദിക്കുന്ന ആൾക്ക് കിട്ടുന്നത് 1,500 രൂപയായിരിക്കും. ബാക്കി 1,000 രൂപ പ്രോസസിംഗ് ഫീസ് എന്ന് പറഞ്ഞ് ഇവരെടുക്കുകയാണ്. അതിനുശേഷം ഏതാനും മാസം 7 ദിവസമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞാൽ ഇവർ ഫോണിൽ വിളിച്ച് ഭീഷണികളും മറ്റുമായി ആണ് ഈ പലരും ജീവനെടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഇത് ലക്ഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഊറ്റിയെടുക്കുന്ന പണം കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ ചൈനക്കാരുടെ പങ്കുകളെല്ലാം വരുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇവരുടെ പങ്ക് മുൻപേ കണ്ടെത്തി അവരെ പ്രതി ചേർക്കുകയും ചിലരെ എല്ലാം ഏതാണ്ട് 5 പേരെ കണ്ട ചൈനീസ് പൗരന്മാർ 5 പേരെ ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇക്കാര്യങ്ങളിൽ ഒന്നും കാര്യക്ഷമമായ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും ഒടുവിൽ
ഈ ഒരു ആത്മഹത്യ, ഒരു ചെറുപ്പക്കാരൻ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു. നാസിക്കിൽ നിന്ന് ഇതിലെ കോൾ സെന്ററുമായി ബന്ധപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അവിടെയും തീരുന്നില്ല. ഈ കോൾ സെന്റർ കൊണ്ട് ഇത് കഴിയുന്നില്ല. കോൾ സെന്റർ അതിന്റെ ഒരു അറ്റം മാത്രമാണ്. അതിന് പിന്നിൽ നിൽക്കുന്ന ഈ ഡയറക്ടർമാരായി വരുന്ന ആളുകളെ പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ അത്തരം 2021 ചില ആത്മഹത്യകൾ ഉണ്ടായപ്പോൾ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഇടപെട്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിൽ പോലും അവിടെയും മുന്നോട്ട് നീങ്ങാൻ അന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു. അതുതന്നെയാണ് അനിൽ, വലിയ വിവാദമായി മാറുന്ന കേസുകളിൽ മാത്രമാണ് പോലീസിന്റെ കൃത്യമായ ഒരു ആക്ട് ഉണ്ടാവുന്നത്. നിതിൻ രാജുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണം നോയിഡയിൽ ചെന്ന് അവസാനിക്കുന്നത്. അവിടെ കണ്ട കാഴ്ചകൾ 40 പേരടങ്ങുന്ന വലിയൊരു സംഘം ഒരു വലിയൊരു IT സ്ഥാപനത്തിന്റെ ഒരു രൂപത്തിലായിരുന്നു അവരുടെ ഒരു പ്രവർത്തനം. അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു നിതിൻ രാജിന് തന്നെ നൽകിയ വായ്പ 15,000 ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ തന്നെ 13,000 രൂപ മാത്രമാണ് കയ്യിലേക്ക് കിട്ടിയത്. അതായത് 2,000 രൂപ പ്രോസസ്സിംഗ് ചാർജ് അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് തിരിച്ചടയ്ക്കേണ്ട തുക 40,000 രൂപയാണെന്ന് ആലോചിക്കണം. എത്ര വലിയ തട്ടിപ്പ്, എത്ര വലിയ പലിശ ചേർത്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകൾ, നിസ്സഹായരായ ആളുകൾ മറ്റൊരു മാർഗവുമില്ലാത്ത ചില സാഹചര്യങ്ങളിലാണ് ഇവരുടെ അടുത്ത് ചെന്ന് അകപ്പെട്ടു പോകുന്നത്. നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.